വളരെ ഞെട്ടിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്ത വന്നിരിക്കുന്നു. IIT-യുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിരിക്കുന്നു. ഇത് വെളിപ്പെടുത്തുന്നത് ആരാണ്? IIT കാൺപൂരിൻ്റെ ഡയറക്ടർ മണീന്ദർ അഗർവാളാണ് ഈ സംഭവം പുറത്തു പറഞ്ഞിരിക്കുന്നത്. കേൾക്കുമ്പോൾ വളരെ തമാശ തോന്നുമെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് IIT-യുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു എന്ന് പറയുന്നത്. ആരാണ് ഹാക്ക് ചെയ്തത്? അതാണ് ഇതിൽ അത്ഭുതം. അതായത് IIT കാൺപൂരിൽ സൈബർ സെക്യൂരിറ്റിയിലേക്ക് ഹാക്കത്തോൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വെച്ചു. ഹാക്കത്തോൺ. അതിൽ കഴിവ് തെളിയിക്കുന്നവരെ ഇൻ്റർവ്യൂവിന് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഇൻ്റർവ്യൂവിന് വിളിക്കും. അതിലേക്ക് ഒരുപാട് IIT-യിൽ നിന്ന് ഇറങ്ങിയ കുട്ടികൾ ആപ്ലിക്കേഷനും അവരെ കഴിവുകളും ഒക്കെ ഇതിലേക്ക് ഫീസ് അടച്ച് കൊടുത്തു. അത് നോക്കുമ്പോൾ അറിയാലോ, ആ മെറിറ്റൊക്കെ കണ്ട് കുറേ ആൾക്കാർക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഉദ്യോഗാർത്ഥി ഫീസ് അടച്ചു. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഒക്കെ ഈ ഹാക്കത്തോണിലേക്ക് ആ ഉദ്യോഗാർത്ഥിയും ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ മാനേജ്മെൻറ്റ് IIT കാൺപൂരിൻ്റെ അവർ ഓരോന്നായി നോക്കി എല്ലാവരും എടുക്കില്ലല്ലോ, സ്വാഭാവികമായിട്ട് എല്ലാറ്റിലും അങ്ങനെയാണല്ലോ. ഈ ഉദ്യോഗാർത്ഥിയെ അവർ ഒഴിവാക്കിയിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് അവിടെ പോയേ പറ്റുമെന്നുള്ള വാശി കാരണം ഇദ്ദേഹം എന്ത് ചെയ്തു? പണി തുടങ്ങി. ഇദ്ദേഹം ചെയ്ത പണി ഇതായിരുന്നു. IIT കാൺപൂരിൻ്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു. സൈബർ സെക്യൂരിറ്റിയാണല്ലോ ഈ സംഭവം, ഈ ജോലി കിട്ടാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് IIT മദ്രാസിൻ്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു. പക്ഷേ ഇത് ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഇത് പുറത്ത് പറയാൻ പറ്റില്ല. വളരെ സീരിയസ് ആയ കാര്യമാണ്. ഒരു വെബ്സൈറ്റ് തന്നെ ഹാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതും IIT പോലെയുള്ള രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവങ്ങളാണ്. IIT മദ്രാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല ടെക്നിക്കൽ കാര്യങ്ങൾക്കും അഡ്വൈസും ഉപദേശവും നിർദ്ദേശമൊക്കെ കൊടുക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അവരുടെ വെബ്സൈറ്റാണ് ഹാക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഹാക്ക് ചെയ്ത ഈ ഉദ്യോഗാർത്ഥി എക്സിലും വേറെ ചില സോഷ്യൽ മീഡിയയിലും ഓപ്പണായിട്ട് മെസ്സേജ് ഇട്ടു, ഞാനിതാ ഈ 2 IIT വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരെയും ഉപദ്രവിക്കാനോ ഒന്നും തന്നെയുള്ള വേറെ ദുരുദ്ദേശമോ ഒന്നും തന്നെ ഇല്ല. എനിക്കൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, എനിക്ക് അവിടുത്തെ സൈബർ സെക്യൂരിറ്റി അതിലേക്ക് എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കണം. ഞാനിങ്ങനെ അപ്ലൈ ചെയ്തു, എന്നെ അവിടെ ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ മിസ്റ്റർ മണീന്ദർ അഗർവാൾ ഇത് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് ആ ആപ്ലിക്കേഷൻ വീണ്ടും തിരഞ്ഞു പിടിച്ചിട്ട് ഈ ഉദ്യോഗാർത്ഥിയെ ഇപ്പോൾ ആ ഇൻ്റർവ്യൂവിന് വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? നമ്മുടെ കേരളത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ രാഷ്ട്രീയക്കാരുടെ കളിയും. PSC റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ജോലി കിട്ടാതെ നിരാഹാര സമരം. ഇപ്പോൾ നിയമസഭയുടെ മുമ്പിൽ ഇപ്പോഴും നിരാഹാരം ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പലതരം റാങ്ക് ഹോൾഡേഴ്സ്. ഒറിജിനൽ റാങ്ക് ഹോൾഡേഴ്സിനെയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് രാഷ്ട്രീയക്കാരൻ്റെ ഭാര്യമാരേനെയും രാഷ്ട്രീയക്കാരൻ്റെ റിലേറ്റീവ്സിനെയും തള്ളിക്കയറ്റുന്ന ഒരു നിജസ്ഥിതി ഇവിടെ നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഹാക്കേഴ്സായിട്ട് ഇനി ഈ ഉദ്യോഗാർത്ഥികൾ മാറേണ്ടി വരുന്ന കാലം വിദൂരമല്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അല്ലാതെ വേറെ വഴിയില്ല. അത് ഇപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ
ഈ കളി കളിച്ചിട്ട് അവിടെ പോയിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ അവരുടെ എന്തെങ്കിലും ഹാക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലായി വിളിച്ച് ജോലി കൊടുക്കും. ആ അവസ്ഥയിലേക്ക് നമ്മുടെ വ്യവസ്ഥിതി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം നമുക്കിപ്പോൾ കരുതാൻ. കഴിവുള്ളവൻ ആരാണ്, കഴിവില്ലാത്തവൻ ആരാണ് എന്നതിലുപരി ഹോൾഡുള്ളവൻ ആരാണ്, പണമുള്ളവൻ ആരാണ്, അവനാണ് ഇന്ന് ഈ സമൂഹത്തിൽ നിലനിൽപ്പുള്ളൂ എന്നൊരു അവസ്ഥ വന്നിരിക്കുന്നു. അതിന് മറുപടിയാണ് ഈ ഹാക്കറായിട്ട് ഇപ്പോൾ IITയിലെ 2 പ്രധാന സ്ഥലങ്ങളിലെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിട്ട് മറുപടി കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ആപ്ലിക്കേഷൻ പരിഗണിക്കുക പോലും ചെയ്യാതിരിക്കുമ്പോൾ ആ ജോലിയുടെ ഏറ്റവും സുപ്രധാനമായ ആ കഴിവ് തെളിയിച്ച് കാണിച്ചു കൊടുത്തിട്ട് ആ ഇൻ്റർവ്യൂവിന് അവരെ നിർബന്ധിച്ച് വിളിപ്പിച്ചു. അതുപോലെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ ഈ സമരം ചെയ്യാതെ, സമരം നിരഗ്രഹിച്ചിട്ട് ഒരു കാര്യവുമില്ല, ഇവിടെ ഒരു വിലയുമില്ല. ഇത്തരത്തിലുള്ള AI ടെക്നോളജികൾ ഉപയോഗിച്ചുള്ള ഹാക്കിംഗ് പരിപാടികളൊക്കെ ചെയ്ത് അതായത് കള്ളത്തരം തന്നെയാണ് ഇതിൻ്റെ അധികാരികൾ ചെയ്യുന്നത് എന്നുള്ള സംശയം വേണ്ട. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ചെയ്യേണ്ടി വരും ഈ നിരാഹാരവും സമരവും ഒക്കെ ചെയ്യുന്നവർക്ക് എന്നാണ് നമുക്ക് ഇനി മനസ്സിലാകുന്നത്. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നീതിയില്ല, ന്യായമില്ല, ഒന്നുമില്ല. കയ്യുക്കുള്ളവൻ കാര്യക്കാരൻ എന്ന അവസ്ഥ ഇവിടെ നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആക്കേഴ്സും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും കൂടുതൽ ഈ വ്യവസ്ഥിതിയിൽ പൊട്ടിമുളയ്ക്കുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. വരും കാലങ്ങളിൽ ഇത് കൂടുകയുള്ളൂ, കുറയുകയില്ല എന്ന് നമുക്ക് ഈ ഒരു ഒറ്റ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. അദ്ദേഹം വേറെ ഒന്നും ചെയ്തില്ല, സ്വന്തം കഴിവ് തന്നെ ഉപയോഗിച്ചു അവർക്ക് ഒരു പാഠം പഠിപ്പിക്കാൻ. അത് ശരിക്കും അവിടെ വലിച്ചു. അവർക്ക് ബോധ്യമായി. അതേ ഇൻ്റർവ്യൂവിന് അദ്ദേഹത്തിന് അവർക്ക് വിളിക്കേണ്ടതായിട്ട് നിർബന്ധിതമായി. അത് അദ്ദേഹം ഹാക്ക് ചെയ്തതിന് ശേഷം ആ ഡിക്ലറേഷൻ കൊടുത്തു, ഞാൻ ആരെയും ഉപദ്രവിക്കാനല്ല, എൻ്റെ കഴിവ്. അതായത് ഹാക്കേഴ്സ്, അതായത് സൈബർ സെക്യൂരിറ്റിയാണ് ഈ സംഗതി ജോലി. അപ്പോൾ ഹാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ ജോലിയിൽ നിന്ന് ആളെ തിരഞ്ഞെടുക്കാൻ നോക്കിയത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആപ്ലിക്കേഷൻ കണ്ടപ്പോൾ അവർ പരിഗണിച്ചില്ല. അപ്പോൾ ഹാക്ക് ചെയ്ത് കാണിച്ചു, കഴിവ് തന്നെ കാണിച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് നിർബന്ധിതമായിട്ട് വിളിപ്പിച്ചു. ഇങ്ങനെ ഇനി കാലം അങ്ങനെ ആയിരിക്കും ഓരോ ഉദ്യോഗാർത്ഥികൾ ആ ഉദ്യോഗത്തിൽ കയറുക എന്ന് വരും ദിനങ്ങളിൽ നമുക്ക് ഇനി കാണേണ്ടി വരും എന്ന് നമുക്ക് ആശിക്കാം.